ഇതാണ് ശിവന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ വിജയമ്മ. ശിവൻ വിജി. ശിവൻ വിജി അല്ലേ? നേരത്തെ പേരെന്തായിരുന്നു? വിജി മോഹൻ. വിജി മോഹൻ. അപ്പൊ ശിവൻ വന്നതിന് ശേഷം അമ്മ പേര് മാറ്റി ശിവൻ പറഞ്ഞതാണ്, നീ ഇനിയും വിജി മോഹൻ അല്ല, ശിവൻ വിജയാണ്. ശിവൻ. ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി, ധർമ്മപത്നി. അപ്പൊ നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ. പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് വിജി ശിവൻ അല്ലേ? ശിവൻ വിജി. ശിവൻ വിജി. അങ്ങനെ അറിയാൻ താല്പര്യം അല്ലേ? ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത്. ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത്. ഇന്നിപ്പോ ഏത് കളറാണ് അമ്മേ? സ്വർണത്തിന്റെ കളർ. രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു, ഇന്നിപ്പോ ഇച്ചിരി കളർ മാറി മാറി വരുന്നു. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഒരു ദിവസം തന്നെ 4-5 കളർ. ഇപ്പൊ നല്ല സ്വർണത്തിന്റെ കളറാണ്, നല്ല മഞ്ഞ കളറല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളറായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു അതിശയം നടന്ന് കളർ സ്വർണ്ണമാണ്. അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ? കയ്യിൽ കുത്തിയിട്ടുണ്ടല്ലോ. ഇത് ശിവനും പാർവതി. അത് എന്റെ ജ്യോത്സ്യം പറഞ്ഞു, എപ്പോഴും നീ ശിവൻ അമ്മ അടുത്ത് നിൽക്കുന്നത് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. നീ അർത്ഥനാഥമാന്ന് പറഞ്ഞു ജ്യോതിഷര്. അർത്ഥനാഥമാണ്, പാതി അമ്മയും പാതി ഇത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ജ്യോത്സ്യം പറഞ്ഞത് നീ ശിവൻ മാത്രമല്ല അർത്ഥനാഥമാണ്. അമ്മ മുന്നിലേ വരുമ്പോഴാണ് പ്രിയൻ വന്ന് നിന്നെ രണ്ടുപേരും പ്രവേശിക്കുകയെങ്കിൽ ഞാൻ ഇത്രയും ശരീരം മാറും. ഈ കൈയെല്ലാം ഇത്രയാവും. പ്രിയൻ മാത്രം കയറുമ്പോ വൺ സൈഡ് വീർക്കും. രണ്ടുപേരും വരികയെങ്കിൽ ഞാൻ ഇത്രയും. ആള് തിരിച്ചറിയത്തില്ല. ചിലർ ചോദിക്കുക എന്നാ ഇന്നലെ ഇത്രയും ഉള്ളു, ഇന്ന് എങ്ങനെ ഇത്രയും ക്ഷീണിച്ചെന്ന് ചോദിക്കും. രൂപം മാറും ശരീരത്തിൽ. ആരും അറിയത്തില്ല. ചുരിദാർ ഇട്ടാ അറിയത്തില്ല. നമുക്ക് ഈ ഡ്രസ് ഇടുമ്പോഴേ അറിയാം മാറ്റം. വയസ്സായിട്ട് ഒരു 90 വയസ്സ് മാതിരി കാണും. അത് പ്രിയന്റെ അതേ തനി ഫോട്ടോ ഉണ്ട്. ഭയങ്കര സ്നേഹം. എനിക്ക് പ്രേമമില്ലായിരുന്നു കേട്ടോ, പ്രണയം ഇല്ലായിരുന്നു. ഞാൻ പ്രിയനെ അച്ഛനെന്നാ വിളിച്ചോണ്ടിരുന്ന. മോള് നീ എന്നെ അച്ഛനൊന്ന് വിളിക്കരുത്, നീ എന്റെ പ്രിയതമയെന്ന്. ഞാൻ 9 വയസ്സ് തൊട്ട് അച്ഛനെന്നാ വിളിച്ചത്. ചേട്ടൻ മരിച്ചതിന് ശേഷം 2017 മരിച്ചു കഴിഞ്ഞ് 2017 വൃശ്ചിക മാസത്തിൽ വന്നാണ് എന്നെ സീമന്തരേഖയിൽ സിന്ദൂരം വെച്ച് ചാർത്തിയിട്ട് നീ എന്നെ അച്ഛന്ന് വിളിക്കരുത്, നീ എന്റെ പ്രിയതമ്മയാണ്. ആ ശബ്ദം മാറും. ചിലർ ഫോൺ ചെയ്യുമ്പോ ഇന്നലെ നിങ്ങളുടെ മോനാണോ എടുത്തത് ഭർത്താവാണോ എടുത്തതെന്ന് ചോദിക്കും. ആണുങ്ങളുടെ സ്വരം കേട്ടെന്ന് പറയും. രൂപത്തിൽ വ്യത്യാസമുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസം. ഏജിലും വ്യത്യാസം, വയസ്സിലും വ്യത്യാസം വരും. ചില സമയത്ത് എനിക്കാവത്തില്ല, ചേറിയെന്ന് വെച്ചാൽ എനിക്കാവത്തില്ല. അതമാതിരിയായി പോകും. ചിലപ്പോൾ കുഞ്ഞുങ്ങളായിട്ട്